നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. നമ്മൾ +1 ഫിസിക്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് വിത്ത് എക്സ്പ്ലനേഷൻസ് നന്നായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ അത് ഒരു പരിധി വരെ നിങ്ങൾക്ക് നല്ല പ്രയോജനമായിരിക്കും. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഫിസിക്കൽ വേൾഡും യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റും ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ വെച്ചല്ല, കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത് ഇമ്പോർട്ടന്റ് ആണോ അല്ലെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്നാണ്. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് കടന്നു പോകാം. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഉറപ്പായിട്ടും നിങ്ങൾ ഈ കാണുന്ന കുട്ടികൾ ബാക്കിയുള്ള കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക. നമുക്ക് ഒരു പൈസ ചിലവില്ല, ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണൊക്കെ ഒന്ന് പ്രസ്സാക്കി മണി അടിച്ചൊക്കെ റെഡി ആയിട്ടിരിക്കുക. നമുക്ക് നല്ല അടിപൊളിയായിട്ട് പഠിക്കാം. ഇന്ന് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റിലേക്ക് പോവാണ്. An ant is moving through a graph paper along the x-axis. A boy observes that the ant covers 1 millimeter in every second. What type of motion is this? ഭയങ്കര ഒരു ചോദ്യം. നമ്മൾ വിചാരിക്കുമ്പോൾ ഇതൊക്കെ ആദ്യം ചോദിക്കുമ്പോൾ വളരെ വെറൈറ്റി ആയിട്ടൊക്കെ ഉള്ള ഉത്തരങ്ങളുണ്ട്. കാരണം ഒരു ഉറുമ്പ് ഗ്രാഫ് പേപ്പറിനകത്തൂടെ മൂവ് ചെയ്യുന്നു, അത് എക്സ് ആക്സിസിൽ. അത് ഏത് ടൈപ്പ് മോഷനാണ്? ഒരിക്കലും ഉറുമ്പ് എക്സ് ആക്സിലൂടെ മൂവ് ചെയ്യത്തില്ല. ക്വസ്റ്റ്യൻ തെറ്റാണ്, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ എന്നൊക്കെ അങ്ങ് ചിലരങ്ങ് വെച്ച് കാച്ചും. അങ്ങനെ വെച്ചാണ് തരുത്. ഇത് ക്വസ്റ്റ്യൻ ആണ്, എന്തെങ്കിലും പ്രത്യേകത ഇല്ല, ചോദിക്കത്തില്ല. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഇവിടാണ്. ദി ആന്റ് കവേഴ്സ് 1 millimeter in every second എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിനകത്തൂടെ നിങ്ങൾ അസ്യൂം ചെയ്യുക, ഒരു ഗ്രാഫിനകത്തൂടെ കൃത്യം 1 millimeterൽ 1 സെക്കൻഡിൽ അത് 1 millimeter സഞ്ചരിച്ചു, അടുത്തൊരു മില്ലിമീറ്ററിൽ അടുത്തൊരു സെക്കൻഡ് സഞ്ചരിച്ചു. കൃത്യമായിട്ടാണ് ആന്റ് മൂവ് ചെയ്യുന്നത്. അങ്ങനെയുള്ള മോഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണും കൂട്ടി നിങ്ങൾ ഉത്തരം പറഞ്ഞേക്കണം. യൂണിഫോം മോഷൻ ഓർ യൂണിഫോം വെലോസിറ്റി. യൂണിഫോം മോഷനും എഴുതാം. എന്തുകൊണ്ട് ഞാൻ യൂണിഫോം വെലോസിറ്റി എഴുതാനുള്ള കാരണം 1 millimeter എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്, എവറി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ടൈം ആണ്. ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈമിനെ പറയുന്ന പേരാണ് യൂണിഫോം വെലോസിറ്റി. അന്നേരം ഒരു മാർഗം നമ്മൾ പോകണ്ട, ഒറ്റ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണത്. പക്ഷെ നമ്മൾ എഴുതിയേക്കുക യൂണിഫോം മോഷൻ ഓർ യൂണിഫോം വെലോസിറ്റി. ക്ലിയർ ആയല്ലോ? അടുത്ത രസകരമായ മറ്റൊരു ക്വസ്റ്റ്യൻ. When the boy is in school bus, he observed the speedometer of the bus. Which speed is observed by the boy? സ്ഥിരമായിട്ട് സ്കൂൾ ബസ്സിലൊക്കെ കാണുന്നതാണ്. സ്കൂൾ ബസ്സിന്റെ ഫ്രണ്ടിലൊക്കെ എന്നിട്ട് ഡ്രൈവേഴ്സ് ഇങ്ങനെ ഓടിക്കുന്നത് കണ്ട് നല്ല ഇങ്ങനെ ആ സ്റ്റിയറിംഗ് ഒക്കെ തിരിക്കുമ്പോൾ സ്പീഡൊക്കെ നോക്കി ഇങ്ങനെ രസിക്കുന്ന പിള്ളേരുണ്ട്. ഉറപ്പായിട്ടും നമ്മൾ ഉൾപ്പെടെയുള്ളവരല്ല. അന്നേരം 60, 70, 80 കിലോമീറ്റർ സ്പീഡ് ഇങ്ങനെ പോകുന്നതാണ് നല്ല രസം, ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുന്നതൊക്കെ. ക്വസ്റ്റ്യൻ ഇതാണ്. He observed the speedometer of the bus. ഒരു പയ്യൻ സ്കൂൾ ബസ്സിൽ ബസ്സിന്റെ സ്പീഡോമീറ്റർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. Which speed is observed by the boy? 60-70 കിലോമീറ്റർ പെർ അവർ ഇങ്ങനെ എഴുതാൻ പറ്റുമോ? അത്രയും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അല്ല ഇത്. ഏത് സ്പീഡാണ്? ഇപ്പൊ ഇതുവഴി ഒരു വണ്ടി പോകും, അന്നേരം കാണുന്ന സ്പീഡിനെ നമ്മൾ പറയുന്നവര് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്നാണ്. എന്തോ സ്പീഡാണ്? ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. ഇതുവഴി വണ്ടി പോയി കഴിഞ്ഞാൽ എന്ത് സ്പീഡാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ മതി. അന്നേരം ആ ടൈം ഇന്റർവെല്ലിൽ കാണുന്ന സ്പീഡ്, ആ ടൈമിൽ കാണുന്ന സ്പീഡിനെ പറയുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ്. ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ആകാം, ഓർ നിങ്ങൾ ഇങ്ങനെ എഴുതാം, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആകാം. ഓക്കെ, ഉത്തരവായി ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ഓർ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. നേരം 2 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. 2 മാർക്ക് ഓരോ മാർക്കിലും പോട്ടെ സാർ, അങ്ങനെ വിചാരിക്കരുത് സാർ, നമ്മൾ പഠിക്കണം സാർ. ഓക്കെ സാർ, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഒരു ടാബിൾ കോളം ഒക്കെ തന്നിട്ടാണ് വന്നിരിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പൊസിഷനും ടൈമും ആണ്. പൊസിഷൻ 0 മീറ്റർ, 2 മീറ്റർ, 4 മീറ്റർ, 6 മീറ്റർ. എന്ത് രസമാണ്. ടൈം 0 സെക്കൻഡ്, 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ നോക്കി, 0, 2, 4, 6 ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം ആണ്. കറക്റ്റ് ആയിട്ട് ഈക്വൽ ഇന്റർവൽസ് ഓഫ് പൊസിഷൻ ആണ്. ടൈം ആണെങ്കിലും 0, 1, 2, 3 അതും ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം ആണ്. എല്ലാവരും ഗ്രാഫ് വരയ്ക്കാൻ ഏതാണ്ട് ഒരു റെഡി ആയിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ അതൊന്നുമല്ല. ഇഫ് ദി പൊസിഷൻ ഓഫ് എ ബോഡി അറ്റ് ഡിഫറെന്റ് ടൈം ആർ ഗിവൺ ആൻഡ് യൂസിംഗ് ദി വാല്യൂസ് ഗിവൺ ഇൻ ദി ടേബിൾ, ഈ പറഞ്ഞേക്കുന്ന വാല്യൂസ് ഒക്കെ വെച്ച് ഫൈൻഡ് ദി വെലോസിറ്റി ഓഫ് ദി ബോഡി. ചിലർക്കുണ്ട് ഇങ്ങനെ ഇത്രയും ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യത്തില്ല. ഇത് വലിയ പാടായിരിക്കും. ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെയുള്ളതായിരിക്കും. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മളെ പ്രശ്നം ഉണ്ടാകുന്നത്. നോക്കിക്കുക, ഇത്രയും വാല്യൂസ് വെച്ച് വെലോസിറ്റി കണ്ടുപിടിക്കണം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമാണ്. പൊസിഷന്റെ മറ്റൊരു പേരാണ് ഡിസ്പ്ലേസ്മെന്റ്. അന്നേരം
പക്ഷെ ഇവിടെ ഇത്രയും പൊസിഷൻ തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്, ഇത്രയും ടൈം തന്നിട്ടുണ്ട്. എന്നാലും വെലോസിറ്റി ഇങ്ങനെ കണ്ടുപിടിക്കും. എന്താണ് ഞാൻ ഇവിടോട്ട് അങ്ങ് എഴുതിക്കോട്ടെ, എന്ന് ഞാൻ എഴുതണം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈനൽ ഡിസ്പ്ലേസ്മെന്റ് മൈനസ് ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് എഴുതാമല്ലോ. ഇവിടെ 0 to 4 6, ഇനീഷ്യൽ ഏതാ 0, ഫൈനൽ ഏതാ 6. ഫൈനൽ ഡിസ്പ്ലേസ്മെന്റ് മൈനസ് ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ 6 മൈനസ് ഇനീഷ്യൽ 0 ബൈ ടൈം അതുപോലെ തന്നെ എടുക്കാം. ഫൈനൽ ടൈം മൈനസ് ഇനീഷ്യൽ ടൈം. ഇനീഷ്യൽ ടൈം 0 യാ, ഫൈനൽ ടൈം 3 യാ. ഫൈനൽ മൈനസ് ഇനീഷ്യൽ 3 മൈനസ് 0 v is equal to 6 minus 0 6 by 3 v is equal to 2. യൂണിറ്റ് കൂടെ എഴുതി പോകണം, 2 meter per second. എന്ത് രസം, എന്ത് രസം, അടിപൊളിയല്ലേ? ആദ്യത്തേന് അത് 2 മാർക്കൊക്കെ ആയിരിക്കും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ 2 മാർക്കാണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ 2 മാർക്കാണ്. വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ വളരെ വളരെ ഇമ്പോർട്ടന്റ്. ഇത് മാത്രമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഡ്രോ ദി പൊസിഷൻ ഡയഗ്രാഫ് ഓഫ് ദി എബോവ് മോഷൻ. ഹൗ വിൽ യു ഡിറ്റർമിൻ ദി വെലോസിറ്റി ഫ്രം ദി ഗ്രാഫ്? 2 എണ്ണം ഉണ്ട് ഇതിനകത്ത്, 2 ക്വസ്റ്റ്യൻ ആണ് വിളിച്ചിരിക്കുന്നത്. ഡ്രോ ദി പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് ദി എബോവ് മോഷൻ. ഈ ടാബ്ലകൾ വെച്ചിട്ട് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ എപ്പോഴും റിസർച്ച് ചെയ്യണം. പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുമ്പോൾ എപ്പോഴും ടൈം അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് പൊസിഷൻ അലോങ് ദി വൈ ആക്സിസ് മാറത്തേയില്ല. ഈ പറയുന്ന കാര്യത്തോട് ശ്രദ്ധിച്ചോണം. ഏത് വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചാലും ടൈം അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് വെലോസിറ്റി അലോങ് ദി വൈ ആക്സിസ്. ഏത് ആക്സലറേഷൻ ടൈം ഗ്രാഫ് വരച്ചാലും ടൈം അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് ആക്സലറേഷൻ അലോങ് ദി വൈ ആക്സിസ്. ഇത് തന്നെ എഴുതിയാൽ, ഇത് തന്നെ വരയ്ക്കുമ്പോൾ ഒന്ന് എക്സ് ആക്സും വൈ ആക്സും ഡിനോട്ട് ചെയ്താൽ പോലും നമുക്ക് 1/2 മാർക്കോ 1 മാർക്കോ നഷ്ടപ്പെടത്തില്ല, കിട്ടും. എന്നിട്ട് നമുക്ക് നോക്കാം പൊസിഷൻ ടൈം ഗ്രാഫ് ഈ വാല്യൂസ് ഒക്കെ വെച്ച് വരച്ച് നോക്കാം. ഞാൻ ഇങ്ങോട്ട് വരയ്ക്കണം. സ്പേസിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ടൈം, പൊസിഷൻ, ടൈം അലോങ് ദി എക്സ് ആക്സിസ്, ഇതൊക്കെ നോട്ട് ചെയ്യാൻ വിട്ടുപോകരുത്. ടൈം അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് പൊസിഷൻ. പൊസിഷനിലെ ഡിസ്പ്ലേസ്മെന്റ് ഡിനോട്ട് ചെയ്യുന്നത് ഞാൻ ഇവിടെ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യണം. ഓക്കെ, ഐശ്വര്യമായിട്ട് അതൊക്കെ ഡിനോട്ട് ചെയ്തു. ഇനി ഗ്രാഫിന്റെ എപ്പോഴും ഒരു ഒറിജിൻ എന്ന് പറയുന്നത് 0 ആണ്. 0 ഇത് ടൈം ആയതുകൊണ്ട് 0 1 2 3 ഈക്വൽ ഡിവിഷൻ ആണ്, കുഴപ്പമില്ല. 1 2 3. പൊസിഷൻ എന്ന് പറയുന്നത് 0 2 4 6. ഇവിടെ 0 ഉണ്ട്, ബാക്കി 2 4 6. ഇനി നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. 0 0 ഇവിടെ ഒരു പോയിന്റ് വന്നു. പലർക്കും ഗ്രാഫ് വരയ്ക്കാൻ ഇപ്പോഴും പാടാ, ചമ്മലൊന്നും വേണ്ട, നന്നായിട്ടും പഠിച്ചോളൂ കേട്ടോ. ഓക്കെ കേട്ടോ. 1 ന് 2 മീറ്റർ, 1 സെക്കൻഡ് 2 മീറ്റർ. 1ന്റെ നേരെ കൊണ്ടുവന്ന് 2ന്റെ അവിടെ കൊണ്ടുവന്നത് ഡോട്ട്. 2 ന് 4, 2ന്റെ നേരെ കൊണ്ടുപോയി 4ന്റെ അവിടെ കൊണ്ടുവന്നു. 3 ക്ക് 6. എന്നിട്ട് ഇത് ഇങ്ങനെ വരച്ചു. ഗ്രാഫിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇതാണ് ഗ്രാഫ് നമുക്ക് കിട്ടുന്നത് അല്ലേ? നമ്മൾ ഗ്രാഫ് എല്ലാം വരച്ചു. ഡ്രോ ദി പൊസിഷൻ ഡയഗ്രാഫ് ഓഫ് ദി എബോവ് മോഷൻ. ഗ്രാഫ് വരച്ചു. ഹൗ വിൽ യു ഡിറ്റർമിൻ ദി വെലോസിറ്റി ഫ്രം ദി ഗ്രാഫ്? നിങ്ങൾ വെലോസിറ്റി ഒന്നും കണ്ടുപിടിക്കാൻ പോണ്ട, എങ്ങനെയാണ് വെലോസിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത് എപ്പോഴും ഓർത്തോണം. വെലോസിറ്റി ക്യാൻ ബി ഡിറ്റർമിൻഡ് ഫ്രം ദി സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ്. ഒരു സ്ലോപ്പിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ സ്ലോപ്പ് ഒക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഈ സെന്റൻസ് അങ്ങ് എഴുതിയേക്കുക. വെലോസിറ്റി ക്യാൻ ബി ഡിറ്റർമിൻഡ് ഫ്രം ദി സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ കുത്തനെയുള്ള ചരിവ് തന്നെയാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. വെലോസിറ്റി ക്യാൻ ബി ഡിറ്റർമിൻഡ് ഫ്രം ദി എന്താണ് സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ്. ഈ ക്വസ്റ്റ്യൻ അങ്ങ് കവർ ചെയ്യും. ഓക്കെ, അടുത്ത സി പാർട്ടിലോട്ട് നമ്മൾ വരും. അതിന് മോശക്കാരനല്ല. The displacement time graph of two bodies A and B are two straight lines making angles 30 degree and 60 degree with the time axis. Which body has more velocity? എയും ബിയും രണ്ട് ബോഡീസ് ആണെങ്കിൽ എയുടെ ആംഗിൾ 30 ഡിഗ്രിയും ബിയുടെ ആംഗിൾ 60 ഡിഗ്രിയാണ്. ഇത് പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഗ്രാഫ് തന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ അങ്ങനെ ചെയ്യും. ഗ്രാഫ് തന്നിട്ട് ചോദിക്കാം, ഈ രീതിയിൽ ചോദിക്കാം. ഏതിനാണ് കൂടുതൽ വെലോസിറ്റി, എയ്ക്കാണോ ബിക്കാണോ? കറക്കി കുത്താൻ പറ്റുമോ? എന്തിനാ കറക്കി കുത്തുന്നത്? നമുക്ക് മെലേഡിലൊക്കെ ചെയ്തു പോവാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ടാൻജന്റ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്. ടാൻ തീറ്റ എന്നൊക്കെ പറയുന്ന സംഭവം. നമുക്ക് ടാൻ ഇങ്ങനെ എഴുതാം. സി ഒരു സ്റ്റെപ്പായിട്ടൊക്കെ ഇങ്ങനെ എഴുതാം. വെലോസിറ്റി ഓഫ് എ
എയുടെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി ആണ്. അന്നേരം tan 30 ഡിഗ്രി. tan 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/√3 ആണ്. ഇതുപോലെ നമുക്ക് വെലോസിറ്റി ഓഫ് ബി കണ്ടുപിടിക്കാം. ഏതിനാ കൂടുതൽ വെലോസിറ്റി നമ്മൾ പറയണമല്ലോ. വെലോസിറ്റി ഓഫ് ബി ഈക്വൽ ബിയുടെ ആംഗിൾ എന്ന് പറയുന്നത് 60 ആണ്. tan 60 എന്ന് പറഞ്ഞാൽ √3. 1/√3. അന്നൊരു കൺഫ്യൂഷനാണ്. 1/√3 ആണോ വലുത്, 1/√3 ആണോ വലുത്? നിങ്ങൾ ആലോചിക്കേ, 2 ആണോ വലുത്, 1/2 ആണോ വലുത്? 2 അല്ലേ. ഇത് 1/2 ആകുമ്പോൾ അത്രയും ചെറുതാവൂല്ലേ. അന്നേരം ഇവിടെ √3 ആണോ 1/√3 ആണോ വലുത്? √3 ആ വലുത്. അന്നേരം ഏതിന്റെ വെലോസിറ്റിയാ കൂടുതൽ? വെലോസിറ്റി ഓഫ് ബി. ഇതാണ് ഇവിടെ എഴുതുകയാണേ. വെലോസിറ്റി ഓഫ് ബി ഈസ് ഗ്രേറ്റർ ദാൻ, എന്തിനാ മോശം, ഗ്രേറ്റർ ദാൻ വെലോസിറ്റി ഓഫ് എ. അടിപൊളിയാണ്. അന്നേരം ഇത് 3 ക്വസ്റ്റ്യൻ ആണ്. 3 ക്വസ്റ്റ്യനും ഒരുപാട് വട്ടം 3 ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് ഓരോന്ന് എടുത്തെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി തെറ്റിക്കരുത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ മുമ്പേ പറഞ്ഞ ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിന്റെ ചെറിയ കണക്ഷൻ ഉണ്ട്. ചെറിയ കണക്ഷൻ അല്ല, വലിയ കണക്ഷൻ ഉണ്ട്. നോക്കാം ക്വസ്റ്റ്യൻ. ദി പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് 2 objects A and B are shown below. Which body has greater velocity? ഏത് ബോഡിക്കാണ് ഏറ്റവും കൂടുതൽ വെലോസിറ്റി? ഫൈൻഡ് ദി റേഷ്യോ വെലോസിറ്റീസ് ഓഫ് A and B. ആ എയും ബിയും തമ്മിലുള്ള റേഷ്യോ വെലോസിറ്റി കണ്ടുപിടിക്കണം. ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട്. നമുക്കറിയാം പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ കണ്ണും കൂട്ടി പറയണം ടൈം അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് പൊസിഷൻ അലോങ് ദി വൈ ആക്സിസ്. ടൈം അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് പൊസിഷൻ അലോങ് ദി വൈ ആക്സിസ് തന്നിട്ടുള്ള ഗ്രാഫാണ്. എ ബി രണ്ട് ബോഡീസ് ആണുണ്ട്. എക്ക് 60 ഡിഗ്രിയും ബിക്ക് 30 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഇനി വിച്ച് ബോഡി ഹാസ് ഗ്രേറ്റർ വെലോസിറ്റി? ഏതിനാണ് കൂടുതൽ വെലോസിറ്റി? എപ്പോഴും നിങ്ങൾക്കറിയാം, നമ്മൾ മുമ്പേ പറഞ്ഞതാണ്, വെലോസിറ്റി ക്യാൻ ബി ഡിറ്റർമിൻഡ് ഫ്രം ദി സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ്. സ്ലോപ്പിൽ നിന്നാണ്. ഇവിടെ എ എന്ന് പറഞ്ഞൊരു കുത്തനൊരു സ്ലോപ്പാണ്. അന്നേരം എ ആണ്, എയ്ക്കാണ് ഗ്രേറ്റർ വെലോസിറ്റി. അതാണ് നമുക്ക് ഇങ്ങനെ എഴുതാം. എ ബോഡി A has, ഇവൻ തന്നെ has greater velocity. ഇതൊരു മാർഗം ആയതുകൊണ്ട് എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. അതിന്റെ ആവശ്യമില്ല, കൂടുതൽ ഡെക്കറേഷൻ വേണം. ബി അത് വേണം, എക്സ്പ്ലനേഷൻ വേണ്ടാണ്. ബി ഫൈൻഡ് ദി റേഷ്യോ വെലോസിറ്റീസ് ഓഫ് എ ആൻഡ് ബി. ഓക്കെ, അന്നേരം എയുടെ വെലോസിറ്റി ഞാൻ വി എ എന്ന് എഴുതുന്നു. വി എ എന്ന് പറയുന്നത് നമ്മൾ ടാനിന്റെ ഇത് വെച്ചാണല്ലോ പറയുന്നത്. ടാൻ എയുടെ ആംഗിൾ എന്ന് പറയുന്നത് ടാൻ 60. VA is equal to √3. ഓക്കെ, അത് ക്ലിയർ. അടുത്ത VB കണ്ടുപിടിക്കാം. VB is equal to tan 30 എന്ന് പറഞ്ഞാൽ VB is equal to 1/√3. VA യും VB യും കണ്ടുപിടിച്ചു. റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? VA/VB. ഓക്കെ വാ. V എന്ന് പറയുന്നത് √3/1/√3 അല്ലേ? ഈ √3 അങ്ങ് മോളിൽ പോകും. അന്നേരം VA/VB is equal to √3 into √3/1 എന്ന് വരും. കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുന്ന പറഞ്ഞാൽ കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുന്ന പോലാണ് പഠിപ്പിക്കുന്നത് അല്ലേ? നമ്മൾ ആലോചിക്കുക. മാത്സ് ഇങ്ങനെ ഉണ്ട്. √A into √A എന്ന് പറഞ്ഞാൽ A ആണ്, ഫണ്ടമെന്റൽ റിലേഷൻ ആണ്. √A into √A എന്ന് പറഞ്ഞാൽ A. അങ്ങനെയാണെങ്കിൽ √3 into √3 എന്തുവാ? 3 ആണ്. അന്നേരം VA/VB is equal to 3/1 റേഷ്യോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. റേഷ്യോ എന്ന് പറയുമ്പോൾ VA/VB ഈക്വൽ, ഇതിനെ റേഷ്യോ ആക്കിയാൽ 3:1. ഇവനാണ് ഉത്തരം. കണ്ടോ? ഇങ്ങനെയാണ് ഇത് ചെയ്തു വരാൻ. ക്ലിയർ ആയല്ലോ? ഓരോരോ സ്റ്റെപ്പുകളും മണി പോലെ പഠിച്ചിട്ടില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഗിവൺ ബിലോ. ദി ഏരിയ അണ്ടർ ദിസ് ഗ്രാഫ് ഗിവ്സ്. ദിസ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ടൈം ഗ്രാഫ്. എപ്പോഴും ആലോചിച്ചോണം, നിങ്ങൾ നോട്ട് ചെയ്ത് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ് പഠിച്ചോണം. എല്ലാ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെയും ഏരിയയിൽ നിന്ന് കണ്ടുപിടിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ പൊസിഷൻ. അന്നേരം the area under this graph is displacement or position.
കണ്ടിപ്പോ പെർഫെക്റ്റ്. അന്നേരം ഏത് വെലോസിറ്റി ടൈം ഗ്രാഫിന്റെയും ഏരിയയിൽ നിന്ന് കണ്ടുപിടിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഓർ പൊസിഷൻ. അങ്ങനെയാണ് തിരിച്ച് ഏത് ആക്സലറേഷൻ ടൈം ഗ്രാഫിന്റെയും ഏരിയയിൽ നിന്ന് കണ്ടുപിടിക്കുന്നത് എന്തുമായിരിക്കും? വെലോസിറ്റി ആണ്. ഇത് രണ്ടുകൂടെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തന്നിട്ടുണ്ടെങ്കിൽ രണ്ടുകൂടെ കമ്പൈൻ ചെയ്ത് പഠിച്ചു നോക്കുക. ഓക്കെ, ഏത് വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയയിൽ നിന്ന് കണ്ടുപിടിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ്, ഏത് ആക്സലറേഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയയിൽ നിന്ന് കണ്ടുപിടിക്കുന്നത് വെലോസിറ്റി. ക്ലിയർ? ക്രിസ്റ്റൽ ക്ലിയർ. ഓക്കെ, പറഞ്ഞല്ലേ? The ratio of velocity to speed. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. The ratio of velocity to speed of an object is. One more question ആണ്. 1 greater than 1, less than 1, either less than 1 or equal to 1. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മൾ പലപ്പോഴും 1 0 എടുത്തിട്ടും കാച്ചു ഉത്തരത്തിൽ വേറെ ഒന്നിലോട്ടൊന്നും പോകത്തില്ല. പക്ഷെ വെലോസിറ്റിയുടെ സ്പീഡിന്റെ റേഷ്യോ ഒരിക്കലും 1 ആകത്തില്ല, ഒരിക്കലും ഗ്രേറ്റർ ദാൻ 1 ആകത്തില്ല, ലെസ് ദാൻ 1 ആകത്തില്ല. ഏതായിരിക്കും? either less than 1 or ഇതങ്ങോട്ടങ്ങ് മാറ്റാം equal to 1. അതാണ് കറക്റ്റ്. 1 മാർക്കാം. either less than 1 ആകാം, 1 കുറയാം, അല്ലെങ്കിൽ ഈക്വൽ ടു 1 ആകാം. ഇതാണ് വെലോസിറ്റി ടു സ്പീഡിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ? ക്രിസ്റ്റൽ ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തൊരു കിടുകാച്ചി ക്വസ്റ്റ്യൻ ആണ്, പ്രോബ്ലം ആണ്. അതാ a car traveling at a speed of 54 km/h ശ്രദ്ധിച്ചു വയ്ക്കണം. is brought to rest. വീണ്ടും ശ്രദ്ധിക്കണം. in 90 seconds. find the distance traveled by the car before coming to rest. കാണുമ്പോൾ ഇത്രയേ ഉള്ളൂ, നിസ്സാരമാണെന്ന് വിചാരിക്കും. നിസ്സാരമാണെന്ന് വെച്ചാൽ നിസ്സാരമാണ്, ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് ചെയ്ത് നോക്കാം. ഈസി ആണോ നിങ്ങൾ തീരുമാനിക്കുക. ആദ്യം കാർ ട്രാവൽ ചെയ്യുന്ന ആദ്യത്തെ സ്പീഡ് എന്ന് പറയുന്ന ഇനീഷ്യൽ വെലോസിറ്റിയാണ്. അത് 54 km/h. അന്നേരം യുവിനെ നമുക്ക് 54 km/h എഴുതാം. അന്നേരം എപ്പോഴും km/h തന്നു കഴിഞ്ഞാൽ അതിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? m/s എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. അന്നേരം km/h m/s ആകണമെന്നുണ്ടെങ്കിൽ into 5/18. അന്നേരം u is equal to 54 km/h. u is equal to 54 into 5/18. 18 into 3 എന്ന് പറയുന്നത് 54. 3 into 5 എന്ന് പറയുന്നത് 15. u is equal to 15 m/s. ആദ്യം അതിനെ km/h എന്താക്കി? m/s ആക്കി. ഇനി is brought to a rest. 54 km/h ഇങ്ങോട്ട് വന്നിട്ട് അത് റെസ്റ്റ് ആവും. നിന്ന് പറയാൻ ഫൈനൽ വെലോസിറ്റി v എന്ന് പറയുന്നത് 0. in 90 സെക്കൻഡ് യൂണിറ്റ് വെച്ച് നമ്മൾ പിടിക്കണം. അതെന്ത് ലെറ്റർ? സെക്കൻഡ് എന്ന് പറഞ്ഞ ടൈം ആണ്. t is equal to 90 seconds. കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ് s കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അന്നേരം സ്വാഭാവികമായിട്ട് നമുക്ക് ഇതിനകത്ത് v ഉണ്ട്, u ഉണ്ട്, t ഉണ്ട്, a ഇല്ല. a കണ്ടുപിടിക്കണം. a കണ്ടുപിടിക്കാൻ നമുക്കറിയാം ആക്സലറേഷൻ ആണ്, വെലോസിറ്റി ബൈ ടൈം ആണ്. രണ്ട് വെലോസിറ്റി ഉണ്ടെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം. a is equal to v minus u by t. a is equal to v ക്ക് പകരം നമുക്ക് 0 എന്ന് കൊടുക്കാം. 0 മൈനസ് u ന് പകരം 15 ബൈ t ക്ക് പകരം 19. 0 മൈനസ് 15 എന്ന് പറഞ്ഞാൽ മൈനസ് 15 ബൈ 19. a is equal to മൈനസ് 1/6. യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, m/s². ആക്സലറേഷൻ, നെഗറ്റീവ് ഓഫ് ആക്സലറേഷൻ ഒക്കെ നമ്മൾ പറയുന്ന പേര് റിട്ടാർഡേഷൻ ആണ്. റിട്ടാർഡേഷൻ ആണ് കിട്ടിയിരിക്കുന്നത്. മൈനസ് കിട്ടിയിരിക്കുന്നത് റിട്ടാർഡേഷൻ എന്ന് പറയാം. യൂണിറ്റ് എഴുതിയേക്കണം m/s². നമുക്ക് എല്ലാ ലെറ്റേഴ്സും കിട്ടി. ഇനി അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. v² is equal to u² plus 2s. എല്ലാ സ്റ്റെപ്പും കൊച്ചു പിള്ളേരോട്ടാണ് എപ്പോഴും. നിങ്ങൾ കൊച്ചു പിള്ളേർ തന്നെ. v² പകരം 0². കാരണം v0 v² എന്ന് പറഞ്ഞാൽ 0² ഈക്വൽ u² plus 2s. ഞാൻ ആദ്യ ഇക്വേഷൻ എഴുതിയിട്ടൊരു എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? s അല്ലേ? ആ ഇക്വേഷൻ ഉണ്ടെങ്കിൽ വരാം. 0² is equal to u² plus 2as. ഇക്വേഷൻ തിരിച്ചങ്ങ് എഴുതി. u² plus 2as is equal to 0. u² is equal to 0. ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 2as. ഒറ്റ സ്റ്റെപ്പ് എഴുതാറുള്ളൂ, എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ്.
ഈ ക്ലാസ് വീഡിയോ കേൾക്കുന്ന സാധാരണപ്പെട്ട വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി കേട്ടോ, അല്ലെങ്കിൽ ഇത്രയും സ്റ്റെപ്പ് ഞാൻ എഴുതേണ്ട ആവശ്യം ഇല്ല കേട്ടോ. യു സ്ക്വയർ ഈസ് ഈക്വൽ 0 മൈനസ് 2as, യു സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 2as. അതിൽ നിന്ന് എസ് ഈസ് ഈക്വൽ ടു എസ്, അതിനുള്ള ഒരു ഫ്രെയിം ചെയ്ത് ഇക്വേഷൻ ആക്കാൻ വേണ്ടിയായിരുന്നു. എസ് ഈസ് ഈക്വൽ ടു മൈനസ് യു സ്ക്വയർ ബൈ 2a. ഇനി അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എസ് ഈസ് ഈക്വൽ ടു മൈനസ് യു സ്ക്വയർ എന്ന് പറയുന്നത് യു എന്ന് പറയുന്നത് 15 ആ. 15 into 15, കാരണം സ്ക്വയർ ചെയ്യുമ്പോൾ അത് എല്ലാം മൈനസ് മൈനസ് എല്ലാം പോയി ബൈ 2a. 2 into എക്ക് പകരം നമ്മൾ 1/6. ഇതെല്ലാം കൊണ്ട് മുകളിലോട്ടും താഴോട്ടും ഒക്കെ പോകും. അന്നേരം നമുക്ക് കിട്ടുന്ന ഉത്തരം നിങ്ങൾ ചെയ്ത് നോക്കിയേക്കണം. ഞാൻ എഴുതിയെങ്കിൽ പോലും ഒന്ന് കാൽക്കുലേറ്ററിലേക്ക് ഒന്ന് ഓൺ ആക്കി എല്ലാം ഒന്ന് ചെയ്ത് നോക്കണം. എസ് ഈസ് ഈക്വൽ ടു 675. 675 അവിടെയും യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, മീറ്റർ. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ കാണുമ്പം നമ്മൾ അതങ്ങ് വിട്ടുകളയണ്ട. ഇനി മുതൽ മാക്സിമം നമുക്ക് പ്രോബ്ലംസും ഗ്രാഫുകളും ഒക്കെ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ? ഓക്കെ, വാ അടുത്തതിലോട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഷോ എസ് ഈസ് ഈക്വൽ ടു ut plus half at square graphically or derive position time relation graphically. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നല്ല ശതമാനം വരുന്നത് അറിയോ, ഈ പൊസിഷൻ ടൈം റിലേഷൻ അല്ലാതെ ut plus half at square ഡെറിവേഷൻ എഴുതി വെക്കും. ശ്രദ്ധിച്ചോണം, ഡെറിവേഷൻ എഴുതി വെക്കും. ഡെറിവേഷൻ ഉണ്ട് പഠിക്കാൻ. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ut plus half at square ഗ്രാഫിക്കലായിട്ട് പ്രൂവ് ചെയ്യാനാണ്. ആ ut plus half at square പറയുന്ന പേരാണ് പൊസിഷൻ ടൈം റിലേഷൻ. അത് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാനാണ്, അല്ലാതെ ഇക്വേഷൻ രീതിയിൽ ഡെറൈവ് ചെയ്ത് വെക്കരുത്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. ഗ്രാഫിക്കലി ഗ്രാഫ് ഒക്കെ വെച്ച് വളരെ സിമ്പിൾ ആയിട്ട് 2 or 3 മാർക്ക്, 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, 3 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ. ഓക്കെ, ഞാനിവിടെ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ടൈം along the x-axis and position along the y-axis. പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്. കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ ഗ്രാഫ് വരച്ചിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിന്റെ ഏരിയ കൂട്ടണം. നോക്കിയേ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എസ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് എ റെക്ടാംഗിൾ. റെക്ടാംഗിൾ ഇവിടെ ഇതാണ്, ഇത്രയും ഭാഗം OADB. OADB പ്ലസ് ഏരിയ ഓഫ് എ ട്രയാംഗിൾ. ഏരിയ ഓഫ് എ ട്രയാംഗിൾ ആണ് ACD അല്ലെങ്കിൽ ADC. രണ്ടിന്റെ ഏരിയ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടുകയും വേണം, നമുക്ക് ഈ ഇക്വേഷൻ കിട്ടുകയും വേണം. ഞാൻ എഴുതി നോക്കി, OAക്ക് ഇടയിലുള്ളത് ആദ്യം ഇനീഷ്യൽ വെലോസിറ്റിയാണ്. ആ ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് U എന്ന് എഴുതാമല്ലോ. ഈ U തന്നെയല്ലേ V0 എന്ന് പറയുന്നു. അതേ സൈഡ് തന്നെ BDക്ക് ഇടയിൽ ഞാൻ V0 കൊടുത്തു. മണ്ടയ്ക്ക് പോകുമ്പോൾ ഫൈനൽ വെലോസിറ്റി ആണ് V. അത് നിങ്ങൾ ആലോചിക്കും, ഇപ്പുറത്തെ സൈഡിൽ എന്തുകൊണ്ടാണ് സാർ AT എന്ന് എഴുതിയത്? ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കി. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം അല്ലേ. അതായത് V ഈസ് ഈക്വൽ ടു AT അല്ലേ. ഉണ്ടോ, ഫിസിക്സ് പുലിയാണ്. V ഈസ് ഈക്വൽ ടു AT. അന്നേരം വിക്ക് പകരം നമുക്ക് എന്തെന്നും കൊടുക്കാം, AT എന്നും കൊടുക്കാം. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ ഒന്നുകൂടെ പറയുന്നു, S ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് എ റെക്ടാംഗിൾ OADB പ്ലസ് ഏരിയ ഓഫ് എ ട്രയാംഗിൾ ADC. ഇനി S ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് എ റെക്ടാംഗിൾ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എന്ന് പറയുന്നത് OA, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് OB. OA ഇൻറ്റു OB. തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്താലൊന്നും കുഴപ്പമില്ല. പ്ലസ് ഏരിയ ഓഫ് എ ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ ഹാഫ് BH. ഹാഫ് ഇൻറ്റു B AD ഇൻറ്റു H എന്ന് പറയുന്നത് DC. ഹാഫ് ഇൻറ്റു AD ഇൻറ്റു DC. ഇനി ഞാൻ ഈ എഴുതിയേക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതൊന്നും കാണാതെ വരച്ച് പഠിക്കേണ്ടതല്ല, മനസ്സിലാക്കി വരച്ച് പഠിക്കേണ്ട. ഓക്കെ, എന്നാൽ S ഈസ് ഈക്വൽ ടു OAക്ക് പകരം കൊടുക്കാം OA U ഉണ്ടോ, OB T, അന്നേരം U ഇൻറ്റു T UT പ്ലസ് ഹാഫ് ഇൻറ്റു AD AD. സ്വാഭാവികമായിട്ടും AD എന്ന് പറയുന്നതും T തന്നെ ആയിരിക്കും, T ഇൻറ്റു DC AT. നോക്കിയേ, S ഈസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് T ഇൻറ്റു AT. T ഇൻറ്റു AT എന്ന് പറഞ്ഞാൽ A ഇൻറ്റു T സ്ക്വയർ. S ഈസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. സിമ്പിൾ, ഹമ്പിൾ, പവർഫുൾ. 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് വേണമെങ്കിൽ 4 മാർക്ക് ചോദിച്ചോട്ടെ, നമുക്ക് അത്രയും സന്തോഷമല്ലേ ഉള്ളൂ. ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്തേക്കുന്ന ഒരു ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെ റെപ്പറ്റീഷൻ വന്ന ക്വസ്റ്റ്യൻ ആണ് ഈ പൊസിഷൻ ടൈം ഗ്രാഫ് അല്ലെങ്കിൽ S ഈസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ ഗ്രാഫിക്കലി. ഗ്രാഫ് വരച്ചിട്ട്
സിമ്പിൾ ആയിട്ട് പ്രൂവ് ചെയ്യുക. ഇതിന്റെയൊക്കെ ഏരിയ തമ്മിൽ കൂട്ടിയേക്കണം. ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. സിംപ്ലി വി ക്യാൻ ഗെറ്റ് AC is equal to UT plus half AT square. ഓക്കെയോ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അന്നേരം അടുത്ത ക്വസ്റ്റ്യൻ, വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഈസ് ഗിവൺ ബിലോ. 3 ക്വസ്റ്റ്യൻ. വിച്ച് പോർഷൻ ഓഫ് ദി ഗ്രാഫ് റെപ്രസെന്റ്സ് യൂണിഫോം റിട്ടാർഡേഷൻ? ഓരോ ക്വസ്റ്റ്യൻ ചെയ്ത് പോ. ഇതാണ് ഗ്രാഫ് വന്നേക്ക്. ഓക്കെ, ഇവിടെ ഒരു CO. ഓക്കെ, വിച്ച് പോർഷൻ ഓഫ് ദി ഗ്രാഫ് റെപ്രസെന്റ്സ് യൂണിഫോം റിട്ടാർഡേഷൻ? ചോയ്സ് ഉണ്ട് OA, AB, BC, OC. യൂണിഫോം റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞു, റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഓഫ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ, നെഗറ്റീവ് ഓഫ് ആക്സലറേഷൻ പറഞ്ഞാൽ ആക്സലറേഷൻ കുറയുകയാണ്. ആക്സലറേഷൻ കുറയെന്ന് പറഞ്ഞാൽ വെലോസിറ്റി കുറയുന്നതിന് തുല്യമാണ്. ഈ ഗ്രാഫിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്, ടൈം അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് വെലോസിറ്റി അലോങ് ദി വൈ ആക്സിസ്. എവിടെ വെച്ചാ വെലോസിറ്റി കുറയുന്നത്? ഈ പോർഷനില്ലേ, ഇങ്ങനെ കൃത്യമായിട്ട് വെലോസിറ്റി കുറയുന്നുണ്ട്. ഈ പോർഷൻ ഏതാ? BC. അന്നേരം ആൻസർ, ആദ്യത്തെ ആൻസർ എന്ന് പറയുന്നത് വിച്ച് പോർഷൻ ഓഫ് ദി ഗ്രാഫ് റെപ്രസെന്റ്സ് യൂണിഫോം റിട്ടാർഡേഷൻ? റിട്ടാർഡേഷൻ നെഗറ്റീവ് ഓഫ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ, ആക്സലറേഷൻ കുറയുന്ന പറഞ്ഞാൽ വെലോസിറ്റി കുറയും. അന്നേരം വെലോസിറ്റി കുറയുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ A, ആൻസർ BC. BC എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ, കൃത്യമായിട്ട് ഇവിടെ കുറയുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ ടൈം 2 സെക്കൻഡ് ടു 7 സെക്കൻഡ്. ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം. 2 സെക്കൻഡ് മുതൽ 7 സെക്കൻഡ് വരെയുള്ള, 2 സെക്കൻഡ് മുതൽ 7 സെക്കൻഡ് വരെയുള്ള. നമുക്ക് നോക്കാം, ഡിസ്പ്ലേസ്മെന്റ് അല്ലേ കണ്ടുപിടിക്കണ്ടേ? 2 സെക്കൻഡ് ഇതാണ്. നേരെ ഞാൻ ഇങ്ങനെ ഡോട്ടർ ലൈൻ ഇട്ടു. 2 7 നേരെ ഇങ്ങനെ ഡോട്ടർ ലൈൻ ഇട്ടു. ഇത്രയും പോർഷന്റെ അവിടുത്തെ എന്ത് കണ്ടുപിടിക്കണം? ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം. ഇത് നിങ്ങൾ നോക്കിക്കേ, ഒരു റെക്ടാംഗിളിന്റെ ഏരിയ ഇല്ല, റെക്ടാംഗിൾ അല്ലേ? അന്നേരം നമുക്ക് B ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് എ റെക്ടാംഗിൾ AC is equal to area of a rectangle or length into breadth. Length ഇവിടെ ഒരു 6 കൊടുത്തിട്ടുണ്ട്, പക്ഷെ വേറെ വാല്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല, അത് ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ആയിരിക്കാം. പക്ഷെ 6 കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ലെങ്ത് ആയിട്ട് അങ്ങ് എടുക്കാം. അന്നേരം 6 ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 2 ഉണ്ട് 7 ഉണ്ട്. അന്നേരം ഇതിനിടയിലുള്ള പറഞ്ഞാൽ 7 - 2 എന്ന് പറഞ്ഞാൽ 5 എന്ന് പറഞ്ഞാൽ AC is equal to 30. യൂണിറ്റ് എഴുതണ്ടേ? 30 ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ആണോ? മീറ്റർ. ക്ലിയർ? ഇത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ചിലപ്പോൾ 2 മാർക്ക് ചോദിച്ചാൽ കുഴപ്പമില്ല കേട്ടോ, വലിയ കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത C. A stone is dropped from a height h. Arrive at an expression for the time taken to reach the ground. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഇച്ചിരി കട്ടിയ, കാരണം ഇത് ചിലപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിട്ടില്ലായിരിക്കാം, ഡെറിവേഷൻ അതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ലായിരിക്കാം. ഒന്ന് ഡെറൈവ് ചെയ്ത് നമുക്ക് നോക്കാം. Stone is dropped from a height h. Arrive at an expression for the time taken to reach the ground. ഒന്ന് ചെയ്തോ. ഇങ്ങനെ ഇക്വേഷൻ AC is equal to UT plus half AT square. ഓക്കെ, അത് ഞാൻ AC is equal to U എന്ന് പറയുന്നത് ഇവിടെ 0 ആയി, ഇനീഷ്യൽ വെലോസിറ്റി 0 ആയി. അന്നേരം AC is equal to 0 into T എന്ന് പറയുമ്പോൾ അതങ്ങ് പോയി, ഇതങ്ങ് പോയി, ഈ ടോപ്പിക്ക് അങ്ങ് പോയി, കാരണം ഈ ടൈം അങ്ങ് പോയി. UT കാരണം U 0 ആണ്, ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. പിന്നെ ബാക്കി എന്ത് വരും? ഹാഫ് AT സ്ക്വയർ. എക്ക് പകരം ഞാൻ G എന്ന് കൊടുക്കുകയാണ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഒക്കെ സെയിം അല്ലേ? AC is equal to half GT സ്ക്വയർ. ഓക്കെ, എസിന് പകരം നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഹൈറ്റും സെയിം ആണ്. പലർക്കും ഒരു കൺസെപ്റ്റ് ക്ലിയർ ആകത്തില്ല. ഇത് ഇനീഷ്യൽ പൊസിഷൻ, ഇത് ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഫൈനൽ പൊസിഷൻ. ഈ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും ഇടയിലുള്ള ദൂരത്തിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അത്രയും തന്നെയല്ലേ അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അന്നേരം എസിന് പകരം നമുക്ക് H എന്ന് കൊടുക്കാം. അന്നേരം H is equal to half GT സ്ക്വയർ. അതിൽ നിന്ന് T സ്ക്വയർ is equal to ഈ 2 ഇങ്ങോട്ടേക്ക് പോകും, 2H by G. നമുക്ക് വേണ്ടത് ടൈം ടേക്കൺ T ആണ്. കിട്ടിയ ഉത്തരം T is equal A square is equal to B ആണെങ്കിൽ A is equal to root of B.
T is the root of 2h by g. Okay. കണ്ടോ? ഇങ്ങനെയൊക്കെയുള്ളത് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഇനി ഒരു മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഒരു ക്വസ്റ്റ്യനോട് ഊർജം പവർ വരട്ടെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അണ്ടർ വാട്ട് കണ്ടീഷൻ ഈസ് ദി ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി? ഏത് കണ്ടീഷനിലാണ് ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും ഈക്വൽ ആകും? ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആകുമ്പോൾ കറക്റ്റ് ആയിട്ട് ഇത്രയേ ഉള്ളൂ. കോൺസ്റ്റന്റ് വെലോസിറ്റി ആയിരിക്കണം. കോൺസ്റ്റന്റ് വെലോസിറ്റി. When a body moves with constant velocity, the average velocity is equal to instantaneous velocity. കിട്ടിപ്പോയി ഒരു മാർക്ക് കിട്ടി. ഇന്ന് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് മോഷൻ ഇൻ സ്ട്രേറ്റ് ലൈനകത്ത്. ഇത് നിങ്ങളുടെ പാർട്ട് 1 ആയിട്ട് എടുക്കുക. എനിക്ക് ഇവിടെ വെച്ച് വേണമെങ്കിൽ നിർത്താം, നിങ്ങൾക്ക് അറിയാം. ഇവിടെ വെച്ച് വേണമെങ്കിൽ നിർത്താം, വേണമെങ്കിൽ 2 ക്വസ്റ്റ്യൻ ചെയ്ത് നിർത്താം. അതാണ് അതേപോലെ തന്നെ. ഇനി നമ്മൾ ഒരു പാർട്ട് 2 കൂടെ ചെയ്യും. കുറേയൂടെ ഇപ്പൊ ബാഹുബലി 2 ആകുമ്പോൾ കുറേയൂടെ സംഭവങ്ങൾ ചിലപ്പോൾ കാണുമായിരിക്കും അതിനകത്ത്. അത് മാക്സിമം ഞാൻ അതിനകത്ത് ചെയ്യും. പാർട്ട് 2വിനകത്ത് നമുക്ക് മാക്സിമം ഇൻക്ലൂഡ് ചെയ്ത് അതോടെ കൺക്ലൂഡ് ചെയ്ത് നിർത്തിയാൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ, പഠിക്കുന്ന നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാക്സിമം മാർക്ക് കിട്ടാൻ വേണ്ടി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ, അത് കഷ്ടപ്പെടുന്നൊന്നുമല്ല, അത് നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെടും, നന്നായിട്ട് മാർക്ക് മേടിക്കും, നന്നായിട്ട് മാർക്ക് മേടിക്കണം. നമുക്ക് ഇത്രയും കിട്ടുന്ന ദിവസം നമുക്ക് എല്ലാ സെക്കൻഡും എല്ലാ മിനിറ്റും എല്ലാ മണിക്കൂറും നമ്മൾ നന്നായിട്ട് വിനിയോഗിച്ചാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് സൂപ്പർ ആയിരിക്കും. കാരണം നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട എല്ലാ ചാപ്റ്ററിൻ്റെയും പ്രീവിയസ് ഇയർ ആൻസേഴ്സ് ആൻഡ് ക്വസ്റ്റ്യൻസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും. നിങ്ങൾ എല്ലാ ചാപ്റ്ററും, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അതൊക്കെ ഞാൻ ചെയ്തോളാം. ഓക്കെ, നിങ്ങൾ കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യേണ്ടവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. നന്നായിട്ട് പഠിക്കുക. നല്ല മാർക്ക് എല്ലാവർക്കും കിട്ടട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നിർത്തുന്നു. ബൈ, സീ യു. ഓക്കെ.